ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഹോച്ചിമാൻ സിറ്റിയിലാണ് ഇന്ന്. അപ്പം ഇന്ന് ബസ്സിലോ അല്ലെങ്കിൽ ക്യാബ് പിടിച്ചൊരു 10-12 സ്ഥലം കാണാൻ പ്ലാനുണ്ട്. അപ്പം അതെല്ലാം ഇന്ന് കവർ ചെയ്യണം വെച്ചാൽ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് മാക്സിമം സ്ഥലങ്ങൾ കവർ ചെയ്തിട്ട് നമ്മൾ പോകണം. സോ നമുക്ക് മാക്സിമം ഇത് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ലാപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. സോ അതുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണമായിരിക്കും. നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന്, കണ്ടോ? സാധിക്കൂടെ ബ്രെഡിലേക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ പോകണം. നല്ല ബുഫേ കേട്ടോ ഇവിടെ. യെസ്, ഫേസ് കണ്ടില്ല. ടൈമില്ല, അതൊന്നും വീഡിയോ ഒന്നും എടുക്കാതെ കഴിക്കണ്ട. എല്ലാവരും ഇറങ്ങി പെട്ടെന്ന് കഴിച്ച് നമുക്ക് വെക്കട്ടായിരുന്നു. സോ ഇനി ഗ്രൂപ്പായിട്ടാണ് പോണത്, എല്ലാവരും ഒരുമിച്ചല്ല. സോ ഇവിടുന്ന് ഗ്രൂപ്പുമായിട്ട് ഏതൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങനെയാണ് പോണത്. സോ ഇനി കാണാം, കഴിച്ചിട്ട് വരട്ടെ. സോ ഗൈസ്, ഇതേ നമ്മളിപ്പോൾ ഇറങ്ങി. അപ്പം ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി പോകാൻ പോകുന്നത് സെൻട്രൽ പോസ്റ്റ് ഓഫീസാണ്. അവിടെ നിന്ന് ബസ് കിട്ടും. അപ്പം അവിടെ നിന്ന് ബസ് എടുത്തിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഓരോരോ സ്ഥലം ഈ കവർ ചെയ്യാത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. സോ ആ സ്ഥലം കവർ ചെയ്യാനാണ് പ്ലാൻ. സോ ഇതായിരുന്നു നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്ത ഹോട്ടൽ. സോ നമുക്കിനി പോവാം. ഗൈസ്, നമ്മളപ്പം വണ്ടി കയറി ഇനി സെൻട്രൽ പോസ്റ്റ് ഓഫീസിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് പോസ്റ്റ് ഓഫീസ്. വലിയ ബൊമ്മ കാണുന്നുണ്ട് കേട്ടോ, ആളാണെന്ന് തോന്നുന്നു. ആണോ? ഹായ്. ഞാനിവിടാ ഫോട്ടോ എടുക്കാം. ഇത് വീഡിയോ. 1 second please for Ho-Chi-Minh. one photo. സെൽഫി എടുക്കണം. സിറ്റി. ബ്യൂട്ടിഫുൾ സിറ്റി. ഓ യാ. ഇവിടെ നോക്ക് നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ഫോട്ടോ. ഫോട്ടോ യാ, ഫോട്ടോ ബ്യൂട്ടിഫുൾ. ഓ ബ്യൂട്ടിഫുൾ, വെരി ഗുഡ്. wow bye. സോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. സോ ഗൈസ്, ഇതിൻ്റെ അകത്ത് കയറി. കൊള്ളാം കേട്ടോ, നല്ല. ആ കാണുന്നതാണ് ഹോച്ചിമാൻ. ആ ഫോട്ടോ കണ്ടോ? അതാണ് ഹോച്ചിമാൻ്റെ ഫോട്ടോ. ഓ, ഇത് കൊള്ളാം കേട്ടോ ആ ഫോട്ടോ. അവിടെ ഇനി നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാം. ഗൈസ്, നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ കുറേ പ്ലാനുണ്ട്. മീൻസ് ടൂറിസ്റ്റ് ട്രിപ്പ് പ്ലാൻ. നമുക്ക് ഇവിടെ നിന്ന് ഈ ഏത് മാപ്പൊക്കെ നോക്കി 4 മണിക്കൂർ, ഒരു ഡേ 24 hours ഓരോരോ പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഈ ബസ് എടുത്ത് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കുറച്ച് ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിൽ അവർ എല്ലാ സ്ഥലവും കാണിച്ചു തരും. അതിന് ഏകദേശം നല്ലൊരു എമൗണ്ട് ഉണ്ട്, ബട്ട് അത് കൊള്ളാം. അപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് പോയി ഇറങ്ങി ഇനി വേറെ ബസ് വേറെ ബസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ബസ്സിലും കയറാം. സോ അതൊരു നല്ലൊരു ഓപ്ഷനാണ് സത്യം പറഞ്ഞാൽ. വലിയ ചിലവില്ല. ഈ ഒരു ഏരിയ ഫുള്ള് കണക്കട്ടെ, നൈറ്റ് ടൂർ മാപ്പ്, പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇവർ നമ്പറൊക്കെ ഇട്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും നമ്മളെ കൊണ്ട് നിർത്തും.
എന്നിട്ട് നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണോ അതേ കണക്കിരിക്കും. വേറെ ബസ് വരുമ്പോഴത്തേക്ക് വേറെ ബസ്സിൽ കയറി ഇനി വേറെ സ്ഥലത്ത് പോയാൽ മതി. അങ്ങനെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് VN. ഈ മറ്റേ ഡബിൾ ടക്കർ ബസ് ഉണ്ടല്ലോ, ഡബിൾ ടക്കർ ബസ്സിൻ്റെ ഈ മോൾ ഭാഗം ഓപ്പൺ ആയിരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ബസ്സാണിത് ഈ ഒരു ബസ്. പറഞ്ഞിട്ട് പോണ്ടേ ബാബാ മിസ്സായ നമ്മുടെ അടുത്ത് ഫോണില്ല, ആകെ ലൈനേൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. അല്ല ലൈനേൻ്റെ അടുത്ത് ടിക്കറ്റ് എല്ലാവർക്കും അയച്ചിടാൻ പറയാം. എല്ലാവർക്കും അയച്ചിടേ, ഇൻ കേസ് ഒരാൾ മിസ്സായ അടുത്ത ബസ്സിൽ വരാമല്ലോ. സോ ഗൈസ്, ഇനി നമ്മൾ ബസ് പിടിക്കാൻ പോവുകയാണത്. അവിടെ കാണുന്ന ഒരു ബസ് ഉണ്ട് കേട്ടോ. ഈ ബസ് പക്ഷേ ഇത് ഫുള്ളാ. തൊപ്പി വാങ്ങണോ? നല്ല വെയിലാവും. തൊപ്പി വാങ്ങാം. ഒപ്പേറ ഹൗസ് എന്ന് പറഞ്ഞ ഹൗസിൻ്റെ അവിടെ പോയാലേ നമുക്ക് ബസ് കിട്ടുള്ളൂ. സോ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് ഗൈസ്. ഈ നട്ടുച്ച വെയിലിൽ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. തല പോവുകയാണ്. എവിടെയെങ്കിലും തൊപ്പി ഉണ്ടെങ്കിൽ തൊപ്പി മേടിക്കണം. അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഈ ബസ്സിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. റൂഫ് ഓപ്പൺ ആണ്. കയറാം വാ. എനിക്ക് സൈഡ് സീറ്റ് കയറാം ഗൈസ്. ഓടോ അവരെല്ലാവർക്കും ഹെഡ്സെറ്റോ? അതെന്ത് ഹെഡ്സെറ്റ്? അല്ല എല്ലാവർക്കും തന്നോ? അന്ന് ഹെഡ്സെറ്റ് തന്ന ആരും മേടിക്കണ്ട, എല്ലാവർക്കും ഞാൻ ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഓ സീൻ വ്യൂ ആണ് കഴിച്ച് വിടുന്നു. നമുക്കൊരു അവർ ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. ഈ ഹെഡ്സെറ്റ് യൂസ് നമുക്ക് ചെയ്തിട്ടേ ഇവിടെ പാട്ട് കേൾക്കാനുള്ള സംഭവം ഉണ്ടതുകൊണ്ട് അത് നമുക്ക് കുത്തി നോക്കാം ഇതിലെങ്ങനെയാണെന്നുള്ളത്. അയ്യോ കുത്താനുള്ളത് ഇതല്ല. ഐ തിങ്ക് ഹിയർ ഇവിടെ നമുക്ക് ജാഗ്രതി എന്ന് നമുക്ക് ഇത് നമുക്ക് കിട്ടി നോക്കാം. കൊള്ളാം കേട്ടോ, നല്ല പാട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ വോളിയം കൂട്ടാൻ 15 വരെ നമുക്ക് വോളിയം കൂട്ടാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ. ഓ ഇത് ഇംഗ്ലീഷ് ടൂണ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ടൂണ് വണ്ടി എടുത്ത് അല്ലേ നമുക്കിനി നല്ല വെയിലുണ്ട് കേട്ടോ. തൊപ്പി ഇല്ല. തൊപ്പി ഇല്ലേന്ന് കേട്ടില്ല. തൊപ്പി ഇല്ലേന്ന് തൊപ്പി ഇല്ല. ഓ ഇത് കൊള്ളാണ്ടോ. നൈസ്. പേര് കണ്ണാടി വെച്ചപ്പോഴാണ് കുറച്ച് ആശ്വാസം കിട്ടിയത്. ബട്ട് എന്നാലും വെയിലടിക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ എൻ്റെ പൊന്നു നല്ല വെയിലാണിതേ. എൻ്റെ പൊന്നു എന്നിട്ട് ആ ബ്ലോക്കും കൂടെ കുറച്ച് സ്പീഡ് ഓടിച്ചിരുന്നെങ്കിൽ കാറ്റെങ്കിലും കിട്ടിയേനെ.
സ്ഥലം കാണാനുണ്ട്, പക്ഷേ ഈ വെയിൽ കാരണം പറ്റുന്നില്ല. നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇരിക്കാം. സൈഡ് സീറ്റ് കിട്ടിയില്ലേ? കുറച്ച് കഴിഞ്ഞിട്ട് താങ്ക്സ് ഫോർ സൈഡ് സീറ്റ്. വളരെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്ളോഗറാണ്. താങ്ക് യു. വെയിലടിക്കുന്നതുകൊണ്ട് എല്ലാവരും താഴെ പോകണം. താഴെയല്ല, ഇവർ ബാക്കിൽ പോകണം, ഞാൻ ഫ്രണ്ടിൽ പോകാൻ പോകുന്നു ഗൈസ്. 3 ലക്ഷം കൊടുത്ത് നീലുള്ള വയ്യ. 3 ലക്ഷം കൊടുത്തിട്ട് ഗൈസ് വെയിലത്ത് നിൽക്കുന്നത്. അഴുക്ക പരിപാടി അല്ല. 3 ലക്ഷം കൊടുത്തിട്ട് ഗൈസ് നമ്മൾ എല്ലായിടത്തും ഒന്നും വാച്ച്മാൻ്റെ വെയിലിൻ്റെ പ്രത്യേകത ഉണ്ടോ? തമിഴ്നാട്ടിൽ നിന്ന് ഇന്ത്യ വന്നിട്ട് എന്നാണ് അതേ അங்கே വെച്ച് നോക്കുമ്പോൾ എന്താ ചൂടൊക്കെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ എന്താ അങ്ങനെയല്ല ചൂട് കൂടുതൽ. വെയിലത്തിൽ എൻജോയ്. വെയിലത്ത് അൽഫാം തരാം എല്ലാവർക്കും. അൽഫാമായി നമ്മളെല്ലാവരും അൽഫാമായി. എല്ലാവരും അറിയുന്നൊരു കാര്യമുണ്ട്, അണ്ണൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. ഞാൻ താഴെ പോകുന്നത് നല്ല വെയിലുണ്ട് ഇവിടെ. ഓ ഇതെന്ത് നമ്മൾ ഫ്രൈ ആയി. ഓ താഴെ AC ഉണ്ടല്ലോ. ഇതാണ് അതിൻ്റെ താഴെയുള്ള വ്യൂ. ബിക്കോസ് ഇവിടെ കുറച്ച് സീറ്റേ ഉള്ളൂ. 4 8 സീറ്റേ ഉള്ളൂ. പൈസ പോയി ഈ ബസ് എടുത്തിട്ട്. നമ്മളിവിടെ നിന്ന് ഒരു കഫേയിലോട്ട് പോവുകയാണ്. പക്ഷേ ഗ്രാബ് ബുക്ക് ചെയ്തു. സോ ഇതാണെന്ന് തോന്നുന്നു നമ്മളെ ഗ്രാബ്. നമുക്ക് വണ്ടി കയറാൻ വേണ്ടി. സോ ഗൈസ് നമ്മൾ വണ്ടി വന്നിട്ടുണ്ട്, നമുക്ക് വണ്ടി കയറാം. വണ്ടി കയറി കഫേ. ഇവിടുന്ന് കുറച്ച് ടൈമേ ഉള്ളൂ അതെത്താൻ. വണ്ടി കയറിപ്പോഴാണുള്ള ആശ്വാസം കിട്ടിയത് ഗൈസ്. തണുപ്പുള്ളതുകൊണ്ട്. 16 മിനിറ്റ് ഉണ്ട് ഇവിടുന്ന്. 2.9 കിലോമീറ്ററാണ്. പക്ഷേ ബ്ലോക്ക് ആയിരിക്കും തോ. അതാ ഐ തിങ്ക് ഇത്ര ടൈം എടുക്കുന്നത്. അയ്യോ സോറി. സീറ്റ് ബെല്ലൊക്കെ ഞാൻ മറന്നുപോയി. ഓക്കെ. What's your name? My name is Nhuận. Ingwan. Nhuận. Yeah. And you? Sadik. Sadik. Yeah. Vlogs. You here travel here? Eh? Travel here? I can't understand. You travel here? Travel. Travel. മനസ്സിലായോ? Travel or work? You travel here? Yeah, we are travel. How long time? 1 week. 1 week. 1 week, yeah, in Vietnam. In the last date, today is last date. We are in Vietnam. Yeah. We will be returning today back to India. Oh, sorry. I don't know. Today is last day. We are last day. Hôm qua và hôm nay. What? Today. Yeah, today last day. We are going to home. Anh മനസ്സിലാവുന്നില്ല. It's okay. നീ അത് വായിക്കാതാ. Are you student? No, we are working. Software engineering, IT field. IT. Yeah. This is our company trip. Company. Yeah. Office. Oh. നല്ല സൈക്കിള്
ഓക്കെ താങ്ക് യു ബൈ ബൈ. ബൈ. കമോൺ. ഇല്ല എത്രയാ എത്രയാ 50. ഓക്കെ വണ്ടി കയറുമ്പോൾ ഇറങ്ങി. ഇതാണോ ആ ഈയൊരു കഫയിലാണ് നമ്മൾ വന്നത്. അതൊക്കെ വെരി നൈസ്. നേരെ പോകില്ല കണ്ണാടി വെച്ചിട്ട്. തൊട്ടി താഴെ കൊള്ളാം. ആരും നേരെ പോകില്ല. നല്ല ഭംഗിയുണ്ട് മീനൊക്കെ ഇങ്ങനെ വച്ചിരുന്ന് കാണാനേ. മുകളിൽ ഇരിക്കാൻ എക്സ്ട്രാ ചാർജ് ഉണ്ട് തോന്നുന്നു കേട്ടോ. എടാ റൈറ്റ് സൈഡ് വഴിയാണ് നടക്കേണ്ടത്. ഓ നോക്ക് ഗൈസ് സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. എല്ലാ സ്ഥലത്തും അവർ മീനൊക്കെ വെച്ച് നോക്കി നടന്നില്ലെങ്കിൽ നേരെ വെള്ളത്താണ് കേട്ടോ. മുഷിയൊക്കെ എരിയും. മുഷി കാർപ്പ് കണ്ടുടാ സെറ്റ് മീൻ ഇത്. വെള്ളത്തിൻ്റെ അടിയിലാണ് ഇവർ കയറി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത്. നമുക്ക് മീൻ സുഖമായിട്ട് തൊടാം. കൊള്ളാം കേട്ടോ. ഓ ഇവിടെ മീൻ കുറവാണ്. ഇവിടെ ഇരിക്കാൻ പറ്റും. സെറ്റ് റെസ്റ്റോറൻറ്റ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് പറഞ്ഞത്. ഇത് വെള്ളം കൂടിപ്പോയാൽ വെള്ളം പോകാനുള്ള സാധനമാണത്. കൂടിപ്പോയാൽ വെള്ളം കൂടിപ്പോയാൽ ഇതുവരെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. മീൻ പോകില്ല. അത് ചെറിയൊരു ഇതായിട്ടാണ് ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മീൻ കഴിച്ചുവിടാം. എന്താ കൊടുക്കുമ്പോൾ ഫുൾ മീൻ. ഇവിടെ എല്ലാം മീൻ ഇവിടെ വന്ന് നിൽക്കുന്നു. സെറ്റ് മുകളിലൊന്നും പോയിട്ട് വരാൻ കഴിച്ചു. മുകളിൽ പോകാൻ എൻ്റെ പറഞ്ഞ എന്തൊരു സ്ഥലമോടെ. സീൻ സ്ഥലം. ഇവിടെയും നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാനുള്ള കുറച്ച് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. വിൻഡോ തേരാ പാരാ നടക്കുകയാണ് ഇവരെ കൂടെ. ഇവരെവിടെ പോകണമെന്ന് പറഞ്ഞുകൂടായിരുന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു കഫേ വന്നു. ആ കഫേയിലാണെങ്കിൽ ഇവിടുത്തെ റേറ്റ്. കുറേ ഫോട്ടോ എടുത്തിട്ട് ഇപ്പം വെയിലത്ത് വീണ്ടും നടക്കുകയാണ്. അയ്യോ ബസ് പിടിച്ച് 4 മണിക്കൂർ നമുക്ക് എവിടെ വേണം ഫുള്ള് കറങ്ങാമെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് വെയിലായതുകൊണ്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഗ്രാബ് പിടിച്ച് ഇപ്പം ഇങ്ങനെ നടക്കുകയാണ് കേസ്.
നമ്മളിപ്പോൾ നോക്കി വെച്ച് ഫസ്റ്റ് വൺ Combo. ഫസ്റ്റ് വൺ അയ്യാ കോംബോ Combo first. കോംബോ ഫസ്റ്റ് കോംബോ 2 Một combo 1. 2 Dạ. Một combo 1 lấy bắp xì đi, gà sốt ca bác xì canh. that's one that's 2 Combo 2 cái. okay this one Một combo 1, 2 combo 2. okay Một cơm Yeah, that's right. bác xì hết đi. എത്ര മതിയല്ലേ Combo ആദ്യത്തെ combo 1, combo 2. this one One spicy spicy rice. yeah Okay. അപ്പോ ഇരുപത്തേഴ് ഇട്ടോ ബാക്കി ബാക്കി പറ്റേ എടുത്തിട്ട് പോകാനാ. Your change. thank you how much time to take How much time? You want see the review for sharing, right? No, how much time will you take? How much time? Tầm 20 minutes. 20 minutes. Okay, 45. മാക്സിമം ഓക്കെ മാക്സിമം 20 മിനിറ്റ്സ് എടുക്കുമെന്നാണ് പറഞ്ഞത് ഈ ഇത്ര സാധനം അവർ സൈനിങ് ഔട്ട് ഞാനുണ്ട്. ആ എന്നാൽ പിന്നെ ഇവിടെ ഇരിക്കും മാറും എന്തൊരു സൂര്യങ്ങൾ പറ വീഡിയോ ഫോണാണ് വീഡിയോ ഓണാക്കി ഓണാണ്. എന്നാലും പറയാൻ പറ്റുള്ളൂ. ഓക്കെ സോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഓർഡർ ചെയ്തു V6 ആസ് എ ടീം. സോ ഫുഡ് കഴിച്ചിട്ട് വരാം. നമ്പർ വൺ ടോക്കൺ നമുക്ക് കിട്ടിയത് ഫുഡ് കഴിച്ചിട്ട് നമുക്കിരിക്കാം മുകളിലിരിക്കാം ഓക്കെ ഫുഡ് വന്നു കഴിക്കാം എടാ ഈ കോമ്പോന്റെ ഒപ്പം അല്ല 132ന്റെ കോമ്പോന്റെ ഒപ്പം ഒരു പെപ്സി ഫ്രീ നിന്റെ ഓ അപ്പൊ രണ്ട് പ്ലേറ്റ് കൊണ്ട് രണ്ടെണ്ണം എടുത്താ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കട അത് കഴിക്കണമല്ല ഞാൻ എടുത്തോളാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇങ്ങനെ തിരിക്കണം. ബാത്റൂം കാണിച്ചോ ഓക്കെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ അവശിഷ്ടങ്ങൾ. മഹാദേവൻ തിന്ന അവശിഷ്ടം. ഇത് അൻവർഷയുടെ ഗ്യാങ്ങിന്റെ ശക്തിനേശന്റെ ഗ്യാങ്. ഇത് അൻവർഷ നിൽക്കുന്നു. ഇതിനങ്ങനെ തിന്നതിന് ബാക്കി ഞങ്ങൾ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിലേക്ക് പോണ വഴി അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങൾ കൂടി കാണണമെന്നുണ്ട്. പക്ഷേ 3:30 ഉള്ളിൽ എത്താനാണ് ഞങ്ങളുടെ മാനേജർ പറഞ്ഞേക്കുന്നത്. മാനേജർ കം അവർ ഫ്രണ്ട്. സോ വി വിൽ ബി ലീവിങ് ഫ്രം ഈവനിങ്. ടുഡേ ഈവനിങ്. സോ ഓക്കെ ഗൈസ്, ഞാൻ നടക്കാം. ഞാൻ ഇപ്പുറത്ത് നടക്കാം. നീ നടക്കാം. നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തു. ഇനി നേരെ ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ഇനി നമ്മൾ നേരെ ഹോട്ടലിലേക്ക് പോവുകയാണ് ഗൈസ്. അവിടെ ചെന്നിട്ടൊന്ന് നമ്മുടെ ലഗേജ് അവിടെ ഇരിക്കുകയാണ്. ലഗേജ് എന്ന് വെച്ചാൽ ഹാൻഡ് ലഗേജ് ആണ്. ഹാൻഡ് ലഗേജ് ഇനി എടുത്തിട്ട് പിന്നെ നേരെ എയർപോർട്ടിൽ പോകണം. അല്ല അവിടെ കുറച്ച് നേരം നിൽക്കാം, നമുക്ക് ടൈം ഉണ്ടല്ലോ. കുറച്ച് നേരം അവിടെ സ്റ്റേ ചെയ്തിട്ട് ഇരുന്നിട്ട് പോകാതെ നമ്മൾ വണ്ടി വന്നു. സോ ഗൈസ് നമ്മൾ വണ്ടി വന്നു. സോ നമ്മൾ പോവുകയാണല്ലോ. നമ്മൾ ഹോ ചി മിന്നിൽ നിന്ന് വിട പറയുകയാണ്. സോ ഐ തിങ്ക് ആ വൈറ്റ് വണ്ടിയാണ് ഇപ്പോൾ വന്നത്. സോ നമുക്കതിൽ കയറാം. അയ്യോ, ഇത് ക്രോസിംഗ് ലൈൻ അല്ല ഇത്. But we need to cross. Just wait. ഓക്കെ, സോ നമുക്ക് കയറാം.
ഓക്കെ ബൈ. വിയറ്റ്നാമിൽ ഇന്ന് നമ്മൾ ലാസ്റ്റ് ഡേ ആണ്. സോ ഈവനിങ് 5 മണിക്ക് നമ്മൾ എയർപോർട്ടിൽ നിൽക്കണം. സോ അതുകൊണ്ട് ഇപ്പം കുറച്ച് ടൈം ഉണ്ട്. ഇപ്പം ഒരു 2:30 ആയുള്ളൂ, 2:27 സോ നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമുക്ക് ഇനി ഇവിടെ വാക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ജസ്റ്റ് കുറച്ച് പേരായിട്ട് നമ്മൾ നടക്കാൻ ഇറങ്ങിയതാണ്. ജസ്റ്റ് സ്ട്രീറ്റ് കൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാം. അത് കഴിഞ്ഞിട്ട് എയർപോർട്ട് പോകാം. GS25 നമുക്ക് ഈ മാർക്കറ്റിൽ കയറി എന്നാൽ നമുക്ക് ഫ്രഷ് ഫുഡ് നോക്കാം. കോഴിൻ്റെ കാല് 2 ഇത് കോഴിൻ്റെ കാല് പച്ചയ്ക്കുണ്ട്, മസാല ഇട്ടതുണ്ട്. ഇത് കുപ്പിയൊക്കെ ഉണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. ഈ സ്ട്രിങ് വേറെയാണ് കേട്ടോ. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന സ്ട്രിങ് അല്ല, കുറച്ച് ഡിസൈൻ വ്യത്യാസമുണ്ട്. ഒരുത്ത ഇവിടെ കിടന്ന് പറയുന്നത് നിനക്കൊന്നും വേണ്ടേ? 27. നിന്റെ എത്രയാ? പ്രീമിയം മൗത്ത് ചോക്ലേറ്റ് ഹെർഷീസ്. മഹി അത് വാങ്ങാൻ പോകണമെന്ന്. മഹി കമോൺ. വൈ മഹി മോൻ കാണിക്കുക. ഇതെന്തിനാ എടുക്കുന്നത്? സെപ്പറേറ്റ്. സോ ഗൈസ് 38 രൂപയായി രണ്ടും കൂടെ. താങ്ക് യു. ഈ സൂപ്പർ മാർക്കറ്റില്ല അത്. ആ നേരെ കാണുന്ന സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം. എന്തേ അത് ഇച്ചിരി വലിപ്പം കൂടുതലാണ് കേട്ടോ. കുറേ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. കൊള്ളാല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ നാട്ടിലെ കണക്കല്ല. അതിനെന്താ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? നമുക്കിത് അടച്ചു വയ്ക്കാം. താങ്കൾക്ക് എന്താണ് പറയേണ്ടത് മൈക്കൂരി? നക്കണ്ട എവിടെയെങ്കിലും. ഹലോ സാദിഖ് ഹുസൈൻ. എന്നിട്ട് സാദിഖ്. ഇതാണ് മാഗി ഇവിടുത്തെ 3 മീൻ. ഓ എൻ്റെ അടുത്ത് അനസൊന്നും ജസം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഗി കൊണ്ടുവന്നാൽ പിന്നെ എല്ലാവർക്കും കഴിക്കാമല്ലോ എന്ന്. സോ നമുക്ക് 2 പാക്കറ്റ് മാഗി വാങ്ങാം. താങ്ക് യു. ഇതെന്ത് സാധനം? ഇത്ര മതിയോ? മതി. ഇതിനി ഐസിലാവുന്നുണ്ട്. വേറൊരു ടേസ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുക. ഈ ന്യൂ സ്പേസ് ഹോട്ടലിലാണ് നമ്മൾ ലാസ്റ്റായിട്ട് താമസിച്ച് ഇറങ്ങുന്നത്. എല്ലാവരും ഇറങ്ങുന്നു. ശരി, നമുക്കിനി എയർപോർട്ടിൽ പോവാം. ഈ ഒരാഴ്ച കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് നമുക്ക് തന്നെ അറിഞ്ഞൂടാ. മറക്കാൻ പറ്റൂല. എന്തായാലും ഈ ഒരു ആഴ്ച 8 ദിവസമല്ല, 8 ദിവസം എടുത്തു ബുധൻ. അത് കേറി അവിടെ അത് നൈറ്റല്ല. അപ്പോൾ 7 ദിവസം. പക്ഷെ എന്നെ അപേക്ഷിച്ച് അത് ബുധനാഴ്ച തൊട്ട്. അപ്പോൾ 8 ദിവസം ഈ നമ്മുടെ ലൈഫിൽ ഈ 23 വയസ്സായത് നമുക്ക്. 23 വയസ്സിൽ ഈ ഒരു ആഴ്ച മറക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. സോ നമ്മളിനി എയർപോർട്ടിൽ പോവുകയാണ് ഗൈസ്. ഉറക്കം പോയല്ലേ ഇപ്പം? നമ്മളിപ്പം എവിടെയെങ്കിലും ഒളിച്ച് എന്താ ബോർഡിങ് വിളിക്കുമ്പോൾ അവർ എണ്ണി വെക്കുമ്പോൾ നമ്മൾ രണ്ടാളും ഇല്ല. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുമോ? അടുത്ത ഫ്ലൈറ്റിന് പോകാം.
അങ്ങനെ ഇനി അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഉള്ളവരൊക്കെ പോകും, പിന്നെ നമ്മളെ തെരഞ്ഞ ആരെങ്കിലും ഇവിടെ ഒരാൾ രണ്ടാളും. ഓ അത് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാവും ഗൈസ്. ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കായിരുന്നു. ഇപ്പോൾ ആർക്കും പോകണ്ട, ഇപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്ന മിക്കവർക്കും പോകണ്ട. ഒരു 2 ആഴ്ച കൂടി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ ഇനി കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നിനക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥലത്ത് പോയത്? മറ്റേത് ബാനാ ഹിൽസ്. അതെല്ലാവരും അതേ പറയുള്ളൂ. അപ്പോൾ ഞാൻ എന്താ എല്ലായിടത്തും ചോദിക്കാം, എല്ലാവരും അത് തന്നെ പറയുള്ളൂ, ബാനാ ഹിൽസ്. അവിടെ ഒന്നുകൂടെ പോകണം എന്നുള്ളത്. ഗൈസ് നമ്മൾ നേരെ ചെക്കിങ്ങിന് പോവാം. അങ്ങോട്ട് ബാഗ് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞു. എൻ്റെ മോനെ ക്യൂ നിന്ന് പൂപ്പാടായി. കാലൊക്കെ ആണെങ്കിൽ നല്ല വേദന എടുക്കും. ഈ ഒരു ആഴ്ചയിലെ നീ കണ്ട സ്ഥലത്ത് ഇന്നൊരു ദിവസം കൂടി തരാണെങ്കിൽ നീ ഏത് സ്ഥലമായിരിക്കും ഒന്നുകൂടെ കാണാൻ പ്രിഫർ ചെയ്യാം? ബാനാ ഹിൽസ്. ബാനാ ഹിൽസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഹനോയിൽ നിന്നും ദനാംഗിലേക്കുള്ളൊരു ട്രെയിൻ യാത്രയാണ്. ബാനാ ഹിൽസ്. ബാനാ ഹിൽസ് ആൻഡ് സൈക്കിൾ റൈഡ് ഇൻ നിൻവിൽ. ഏതാണ് പറ? ബാനാ ഹിൽസ് തന്നെ, എല്ലാവരുടെയും പോലെ തന്നെ. ശരിയാക്കില്ലേ? ബാനാ ഹിൽസ്. ബനാ ഹിൽസ്. ബനാ ഹിൽസ് എടുക്കണില്ലേ? ഏത് സ്ഥലമായിരിക്കും ഒന്നുകൂടെ കാണാൻ പ്രിഫർ ചെയ്യാം? ബനാ ഹിൽസ്. ഏത് സ്ഥലം? ചോദ്യം ചോദിക്കണ്ട, സ്ട്രീറ്റ് ഇന്നലെ പോയ സ്ഥലം. ഇന്നലെ പോയ സ്ഥലം? പിന്നെ അല്ല, പേര് പറ. നൈറ്റ് ലൈഫ്, നൈറ്റ് സ്ട്രീറ്റ്. വ്യൂ സ്ട്രീറ്റ്. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ വിയറ്റ്നാമിക്ക് വീണ്ടും വീണ്ടും വരണമെന്ന് എപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു 50 വർഷം കൊണ്ട് അത്രത്തോളം ദാരിദ്ര്യമായിട്ട്, അത്രത്തോളം യുദ്ധത്തിൽക്കെടുതിയിൽ നിന്ന് തിരിച്ച് ഇവർ വന്നത്, ഇവരെ ഓരോ റോഡും ഓരോ ഒരു യൂറോപ്യൻ സ്റ്റൈലുള്ള അവരുടെ ഡെവലപ്മെൻറ്റ് കാണുമ്പോൾ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു സാമ്പിളാണ്. അതുകൊണ്ട് വിയറ്റ്നാമിക്ക് ഇനിയും വരണമെന്ന് എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. താങ്ക് യു. സോ ഗൈസ്, നമ്മളെ ബോർഡിംഗ് പാസ് എന്ന് പറയുന്നത് ഗേറ്റ് 12 സോ ഇപ്പം തുടങ്ങിയിട്ടില്ല. സോ ഗൈസ് ബൈ. അപ്പം ഇനി നമുക്ക് വേറൊരു ബ്ലോഗിൽ കാണാം. അപ്പോഴത്തേക്ക് ബൈ ഗൈസ്.